വെൽക്കം ടു ക്ലാസിക് കേരള PSC. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന WCPO എക്സാമിന്റെ മാത്തമെറ്റിക്സിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ WCPO +2 ലെവൽ ആയതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്സിലെ ചോദ്യങ്ങൾ കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ WCPOയുടെ ചോദ്യങ്ങൾ കണ്ടിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കും, LDക്കും ഇതുപോലെ തന്നെ കട്ടിയായിരിക്കോ, അതോ LD 10ാം ക്ലാസ് നിലവാരമാണ്, WCPO +2 ലെവലാണ്, അതുകൊണ്ടാണോ ഇത്രയും പാടാക്കിയതെന്നൊക്കെ. പക്ഷേ LDക്കും ഇത്രയും കട്ടിയുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +2 ലെവലുള്ള WCPO എക്സാമിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ 10ാം ക്ലാസ്സിൽ താഴെയുള്ള SCRT പാഠഭാഗത്തു നിന്നും അല്ലാതെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും +2 ലെവൽ ആയതുകൊണ്ട് ഈ ചോദ്യങ്ങളൊന്നും വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഈ 10ാം ക്ലാസ് ഈ WCPOയുടെ 10 ചോദ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ WCPOയുടെ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാൻ പറ്റും. SCRTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. അപ്പോൾ ആ ചോദ്യങ്ങളും ആ പാഠഭാഗങ്ങളും SCRTയും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ LDCക്ക് നമ്മുടെ മാത്സിൽ കൃത്യമായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ PSCയിലെ മുൻവർഷ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. ആ വീഡിയോസിൽ നമ്മൾ SCRT ചോദ്യമാണെങ്കിൽ SCRT ചോദ്യത്തിന്റെ പാഠം ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഉറപ്പായിട്ടും കാണാൻ നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്താണ്? അപ്പൊ ഇതൊരു ജനറൽ നോളജ് ചോദ്യമാണ് അല്ലെ, കണക്കൊന്നും ചെയ്തു നോക്കാനൊന്നുമില്ല. 1, 5, 14 എന്താണ് പ്രത്യേകത? എന്താണ്? 1 കഴിഞ്ഞാൽ 1ന്റെ കൂടെ 5 കിട്ടാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ. ഇനി 5 കഴിഞ്ഞ് 14 കിട്ടാൻ എത്ര കൂട്ടണം? 9 കൂട്ടണം അല്ലെ. ഈ 4, 9 എന്ന് പറയുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അത് സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലെ. സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ നമ്പറിന്റെയും വർഗ്ഗങ്ങളായിട്ട് വരുന്ന സംഖ്യകൾ കൂട്ടി പോകുന്ന സംഖ്യാശ്രേണിയാണത്. അപ്പൊ അടുത്ത സംഖ്യ ഏത് വരും എന്നാണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 14ന്റെ കൂടെ അടുത്ത സ്ക്വയർ നമ്പർ കൂട്ടണം, അതായത് 16 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 30 കിട്ടും. അടുത്ത സ്ക്വയർ നമ്പർ ആയ 25, 5ന്റെ സ്ക്വയർ 25 കൂട്ടുമ്പോൾ 55 കിട്ടും. ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലെങ്കിൽ നമ്മുടെ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഈ സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര് സ്തൂപിക സംഖ്യകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ത്രികോണ സംഖ്യകൾ? അപ്പൊ നമ്മൾ സ്തൂപിക സംഖ്യകൾ പഠിച്ചു. അടുത്ത പരീക്ഷയ്ക്ക് ത്രികോണ സംഖ്യകൾ ചോദിച്ചാൽ എന്താണ് ത്രികോണ സംഖ്യകൾ? വളരെ എളുപ്പമാണ്. ദാ 1 ആദ്യമേ എഴുതി. 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3 കിട്ടും. 3ന്റെ കൂടെ 3 കൂട്ടിയാൽ 6 കിട്ടും. 6ന്റെ കൂടെ 4 കൂട്ടിയാൽ 10. 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15. ഇങ്ങനെ കൂട്ടി പോകുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ 1, 3, 6, 10, 15 ഇങ്ങനെ ഒരു സംഖ്യാശ്രേണി വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ത്രികോണ സംഖ്യകൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധാരണ സ്ക്വയർ നമ്പേഴ്സ് ആണ്. അതായത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 16 എക്സെട്ര ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമചതുര സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യം കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യമാണ്. 3 സംഖ്യകളുടെ തുക 572 ആണ്. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിന്റെ 1/3. അങ്ങനെയാണെങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു സംഖ്യക്ക് x കൊടുക്കണം. ഓക്കെ, നമ്മൾ ഒരു x ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് റേഷ്യോ ഉപയോഗിച്ച്, അംശബന്ധം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാനത് പറയുന്നില്ല, ഞാൻ ഒരു മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. അംശബന്ധം വേണ്ട, ആ ഒരു മെത്തേഡ് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ നമ്പറിന് x കൊടുക്കുന്നു. രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണെന്ന് പറയുമ്പോൾ x-ന്റെ ഇരട്ടി എന്ത് വരും? 2x വരും. ഇനി മൂന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേതിന്റെ 1/3. ഓക്കെ, ഒന്നാമത്തെ നമ്പർ 2x ആണല്ലോ, അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? 2x/3 എഴുതണം. ഓക്കെ, ഈ 3 നമ്പർ കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 572. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 3 ആക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ 3 ആക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ 3 കൊണ്ട് ഈ രണ്ടിടത്തും ഗുണിക്കുക. ഇവിടെ ഓൾറെഡി താഴെ 3 ഉണ്ട്, ഇവിടെയാണ് താഴെ 3 ഇല്ലാത്തത്. അപ്പൊ ഈ 3 കൊണ്ട് ഇവിടെയും ഗുണിക്കുക. 3 × 2 എത്ര? 6x പ്ലസ് 3 × 1x എത്ര? 3x പ്ലസ് 2x ഒന്നും ചെയ്യണ്ട, മൊത്തത്തിൽ /3 കൊടുക്കുക. ഈസ് ഈക്വൽ ടു 572. ഇനി എന്ത് ചെയ്യുക? ഈ 3നെ അങ്ങോട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അതായത് 6x പ്ലസ് 3x പ്ലസ് 2x അതിനെ നമുക്ക് മാറ്റി എഴുതാം. 6 3 9, 9 2 11. അപ്പൊ 11x എന്ന് കിട്ടും. 11x ഈസ് ഈക്വൽ ടു 572/3 എന്ന് കിട്ടും. സോറി, 572. ഓക്കെ, 11x/3 എഴുതാം. 11x/3 ഈസ് ഈക്വൽ ടു 572. ഈ /3 അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ 11x ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ 572 ഉണ്ട്. /3 ഈസ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താണെന്ന് അറിയാവോ? × 3 ആവും. ഓക്കെ ആണല്ലോ. ഇനിതാ
എക്സ് ഈക്വൽ ടു ഓൾറെഡി 572 ഇൻറ്റു 3 ഇവിടെ ഉണ്ട്. ഇവിടെ 11നെ ഇൻറ്റു ചെയ്തേക്കുവാണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 11 ആവും. ഇത് 11ന്റെ ടേബിളിൽ വരുന്ന സംഖ്യയാണ്, അതുകൊണ്ട് ഇവിടെ വെട്ടാം. നോക്കിക്കോ, 5-നകത്ത് 11 ഉണ്ടോ? ഇല്ല. 57 എത്ര 11 ഉണ്ട്? 5 11 55 വരും, 55 വരും. ബാക്കി 57 എത്ര ഉണ്ട്? ഒരു 2 ബാക്കിയുണ്ട് അല്ലെ? ആ 2 ഈ 2 കൂടെ ചേരുമ്പോൾ 22 ആയി. 22 എത്ര 11 ഉണ്ട്? 2 11 22. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 52 ഇൻറ്റു 3 ആണ്. 52 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 52 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 150 156 വരും, 156 വരും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര ആയിരിക്കും? അപ്പൊ എക്സ് ആണ് കിട്ടിയത്, നമുക്ക് രണ്ടാമത്തെ സംഖ്യയാണ് കിട്ടിയത്. ആദ്യത്തെ സംഖ്യ 2x ആണെന്ന് പറഞ്ഞു. അപ്പൊ 156 ഇൻറ്റു 2 വരും. അത് നമുക്ക് എത്ര കിട്ടും? 312 കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യയോ 2x/3 ആണ്. അതായത് ഒന്നാമത്തെ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 104 കിട്ടും. ഓക്കെ, അതിൽ ഒരു സംഖ്യ ഇവിടെ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 104 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അംശബന്ധത്തിന്റെ മെത്തേഡ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ, എ ബി സി എന്നിവർക്ക് യഥാക്രമം 20 30 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ മൂന്നാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ വരെ കൊണ്ട് നിർത്തുക. ഒരു ജോലി ചെയ്യാൻ കഴിയുന്ന ആ ഒരു പാർട്ട് മാത്രം നോക്കുക. ഇനി ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചു നോക്കണം. എ ബി സി. എ എന്ന് പറയുന്ന ആള് 20 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ബി 30 ദിവസം, സി 60 ദിവസം. ഇനി 20ന്റെയും 30ന്റെയും 60ന്റെയും ലസാഗു കണ്ടുപിടിക്കണം, LCM. അതിനെന്ത് ചെയ്താൽ മതി? 20ന്റെ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കി. 20 40 60 എക്സെട്ര. 30ന്റെ ടേബിൾ ആണെങ്കിലോ 30 60 90 എക്സെട്ര. ഓക്കെ. ഇനി 60ന്റെ ടേബിൾ ആണെങ്കിലോ 60 120 എക്സെട്ര. രണ്ടിലും മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ ആളാരാണ്? 60 ആണ്. സോ LCM എന്ന് പറയുന്നത് 60 ആണ്. സോ എയുടെയും ബിയുടെയും സിയുടെയും LCM എന്ന് പറയുന്ന ആരാണ്? 60 ആണ്. ഇനി നമുക്ക് ഇവരുടെ ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. ഈ LCM കൊണ്ട് അവർ ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസത്തിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 60/20 3. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം 3 ജോലി ചെയ്യുമെന്ന് വിചാരിക്കുക. 60 ഡിവൈഡഡ് ബൈ 30 2. ബി എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. സിയോ 60/60 1 ജോലി ചെയ്യും. ഇനി നമ്മൾ ആലോചിക്കും. നോക്കിയേ, ഓരോ മൂന്നാം ദിവസവും ബിയും സിയും ആണ് സഹായിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ആര് മാത്രമേ ജോലി ചെയ്യൂ? എ മാത്രമേ ജോലി ചെയ്യൂ. ഒന്നാമത്തെ ദിവസം എ മാത്രമേ ജോലി ചെയ്യൂ. എ എത്ര ജോലിയാണ് ചെയ്യുന്നത്? 3 ജോലിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസവും എ മാത്രമേ ജോലി ചെയ്യൂ. എ എത്ര ജോലിയാണ് ചെയ്യുന്നത്? 3 ജോലി. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴോ എയും ബിയും സിയും ചെയ്യും അല്ലെ? ബിയും സിയും മൂന്നാമത്തെ ദിവസം സഹായിക്കും. അപ്പോൾ ബി 2 ചെയ്യും, സി 1 ചെയ്യും, എ 3 ചെയ്യും. ഇപ്പൊ മൊത്തം എത്ര എണ്ണമായി? 6 ജോലിയായി. മൂന്നാമത്തെ ദിവസം മാത്രം 6 ജോലി ചെയ്യും. ടോട്ടൽ എത്രയാ? 3 ദിവസം കൊണ്ട്, 3 ഡേയ്സ് കൊണ്ട്, 3 ഡേയ്സിൽ എത്ര ജോലി ചെയ്യും? 3 3 6, 6 6 12 ജോലി ചെയ്യും അല്ലെ? അപ്പൊ 3 ദിവസത്തിൽ 12 ജോലി ചെയ്യും. അപ്പൊ മൊത്തം ജോലികൾ എന്ന് പറയുന്നത് ഈ LCM ആണ്, 60 ആണ്. അപ്പൊ മൊത്തം 60 ആകാൻ വേണ്ടിയിട്ട് 12നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുക? ഇൻറ്റു 5 ചെയ്യുക. ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. സോ 15 ദിവസമാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പൊ ABC എന്ന് പറയുന്ന ആൾക്കാരുടെ അളവ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി കണ്ടുപിടിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് 12 ദിവസമാണെങ്കിൽ 15 ദിവസം കൊണ്ട് 60 ദിവസമാണെന്ന് 60 ജോലി ചെയ്യാൻ നമുക്ക് 15 ദിവസമാണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ചോദ്യം നോക്കാം. 3/4 പ്ലസ് 1.5 പ്ലസ് 2 4/1 എന്ന ശ്രേണിയിൽ പദമല്ലാത്തത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മുക്കാലല്ലേ ഇത്? മുക്കാല്. അങ്ങനെ നിങ്ങൾ വായിച്ച ഒറ്റയടിക്ക് പരിപാടി തീരും. മുക്കാലിന്റെ അവിടെ മുക്കാല് കൂട്ടിയ 1.5 ആയി. അതായത് ആദ്യം എഴുതിയേക്കുന്നത് 1 ഇൻറ്റു മുക്കാലാണ്. ഒരു മുക്കാല്. അടുത്തത് 2 ഇൻറ്റു മുക്കാലാണ്. 2 മുക്കാൽ തങ്ങളിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? മുക്കാല് 1.5 കിട്ടും. 1.5 ഒരു മുക്കാലോടെ കൂട്ടിയാലോ 3 ഇൻറ്റു മുക്കാല് 2.25 കിട്ടും അല്ലെ? അപ്പോ മുക്കാൽ എന്ന് പറയുന്ന 3/4 എന്ന് പറയുന്ന ആ ഒരു ഭിന്നസംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 എത്ര, 2 3/4 എത്ര, 3 3/4 എത്ര, അങ്ങനെ. അപ്പൊ ഇതിന്റെ പദമാകാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ഞാനിപ്പോ പറയുന്നു. നോക്കി, 4ന്റെ ടേബിളിൽ വരുന്ന ആളാണോ 28 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 28/4 ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടുമെന്ന് നോക്കിയാൽ പോരെ?
അല്ലെ? 28/4 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പറയുന്ന 3 മുക്കാലിന്റെ ടേബിളിൽ വരുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 3/3 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫ്രാക്ഷന്റെ കാര്യത്തിൽ ഡിവൈഡ് ചെയ്യുന്നത് എളുപ്പമാണ്. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്, 3 ഇൻറ്റു മുക്കാലിനെ തിരിച്ചിട്ടാൽ മതി, 4/3 ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഈ 4 നമ്പേഴ്സിനെയും 4/3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കത്തില്ല? പദമല്ലായിരിക്കും. ഓക്കെ, ഈ 3 ഇൻറ്റു 4/3 അല്ലെങ്കിൽ ഒരു നമ്പറിനെ 4/3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഗുണിക്കുന്ന നമ്പറും ഈ നമ്പറും ഒരേ ടേബിളിൽ വരണം. അതായത് 3 ഇൻറ്റു 4/3, 3യും 3യും വെട്ടിപ്പോയിട്ട് 4 കിട്ടും. 6 ഇൻറ്റു 4/3 ആണെങ്കിൽ 6ഉം 3യും വെട്ടി ഇവിടെ 2 വന്നിട്ട് 2 ഇൻറ്റു 4 8 വരും. 9 ഇൻറ്റു 4/3 ആണെങ്കിലും വരും. 9ഉം 3യും വെട്ടിപ്പോയി ഇവിടെ 3 വന്നിട്ട് 12 വരും. കാരണം ഈ വരുന്ന നമ്പേഴ്സ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരേ നമ്പർ ആരാണ്? 4 ആണ്. അല്ലെ? നോക്കിയേ, 4 ഇൻറ്റു 4/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഒരു ഉത്തരം കിട്ടത്തില്ല, ഒരു നമ്പർ ആയിട്ട് ഉത്തരം കിട്ടത്തില്ല, പോയിന്റ് വരുന്ന ഉത്തരം കിട്ടും. അപ്പൊ 4 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ പദമായിട്ട് വരത്തില്ല, ബാക്കി എല്ലാവരും വരും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 17/7.5 പ്ലസ് 17 ഡിവൈഡഡ് ബൈ 17/3.5 ഇൻറ്റു 17/4.5. 17 എത്രയാണ്? എളുപ്പമാണ്. നോക്കിയേ, a/m ബൈ a/n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? a/m മൈനസ് n ചെയ്താൽ മതി. അതായത് 17/7.5 ബൈ 17/3.5 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 17/7.5 മൈനസ് 3.5 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 7 3 കുറച്ചാൽ 4 കിട്ടും. ഇൻറ്റു 17 ഇൻറ്റു 4.5. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തറിയാം? a/m ഇൻറ്റു a/n വരുമ്പോൾ a/m പ്ലസ് n ആണ് നമുക്കറിയാം. അതായത് ഈ രണ്ട് പവർ കൂടി കൂട്ടണം. 17/4 4 8 8.5 എന്ന് വരും. അപ്പൊ 8.5 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഓക്കെ, അപ്പൊ 8.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. അപ്പൊ ഇവിടെ തൊട്ട് നമ്മുടെ SCRT കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ഈ ചോദ്യം നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും. ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ ഇ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത? അല്ലെ? അപ്പൊ ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? SCRT പാഠത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ്. മണി മാത്ത് എന്ന് പറയുന്ന ഒരു പാഠമാണ്. ആ പാഠത്തിലെ അവസാനത്തെ ഭാഗത്തിലുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഠന റിപ്പോർട്ട്. 2014 9 കോടിയാണെങ്കിൽ 2020 ആകുമ്പോഴേക്കും എത്രയാകും? ആ നമ്പർ മാത്രം മാറ്റി 2020 20 കോടിയാണെങ്കിൽ 24 ആകുമ്പോൾ എത്രയാകും എന്നുള്ളതാണ് ഈ ഒരു ചോദ്യമായിട്ട് വന്നേക്കുന്നത്. കണ്ടോ? അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ SCRT ടെക്സ്റ്റിൽ അതേ ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ SCRT പഠിക്കുക. SCRT ടെക്സ്റ്റിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ SCRTയുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. SCRT വീഡിയോസ് വേണമോ വേണ്ടയോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയേ, 2020 നിന്ന് 24 ആകാൻ 4 വർഷം വേണം, അല്ലെ? 4 ഇയേഴ്സ് വേണം. ഇനി ആദ്യമേ ഉണ്ടായിരുന്നത് 20 കോടിയാണ്. 20 കോടിക്ക് 20 എടുത്താൽ മതി. കാരണം അങ്ങനെയാണെങ്കിൽ എത്ര കോടി വരുമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, അല്ലാതെ 0.00 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ 20 കോടി. ഇനി ഓരോ വർഷവും 15% വെച്ച് കൂടുന്നു. 15% കൂടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15% എടുത്താൽ പോരാ, 100ന്റെ കൂടെ 15 കൂട്ടി 115% എടുക്കണം. അതായത് 115/100. അങ്ങനെ 4 വർഷമാണല്ലോ. അപ്പൊ 4 തവണ ഇത് ഗുണിക്കണം. 115/100 ഓരോ വർഷവും കൂടി പോകും. ഇത് കൂട്ടുപലിശ എന്നുള്ള ചോദ്യമാണ് കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ചോദ്യമാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഗുണിക്കാതെ നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം, കുറച്ച് ചെറുതാക്കാൻ പറ്റും. നോക്കി, ഇവിടെ രണ്ടിടത്തും 5 കൊണ്ട് വെട്ടെന്ന് വിചാരിക്കുക. ഇവിടെ 5 എന്ന് പറയുന്നത് നോക്കിയ 2 5 10, ബാക്കി ഒരു 1 ബാക്കിയുണ്ട്, 11ൽ 1 ബാക്കിയുണ്ട്. ആ 1 ഇവിടെ എഴുതുമ്പോൾ 15 ആയി. 3 5 15. ഇവിടെ ചെയ്യുമ്പോൾ 2 5 10 0. അപ്പൊ എത്ര കിട്ടി? 20 കിട്ടി, അല്ലെ? അപ്പൊ എല്ലാത്തിനെയും തിരുത്തി എഴുതാം. 23/20 ഇൻറ്റു 23/20 ഇൻറ്റു 23/20 ഇൻറ്റു 23/20. ഇതിന് ഒരു 20ഉം വെട്ടിപ്പോവും. ഓക്കെ, ബാക്കിയുള്ളത് 23 ഇൻറ്റു 23 ഇൻറ്റു 23 ഇൻറ്റു 23 ബൈ 20 ഇൻറ്റു 20 ഇൻറ്റു 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ഇൻറ്റു 23 ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 529 ഇൻറ്റു 529 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആണ്. ഓക്കെ, 3 0 ആണല്ലോ. അപ്പൊ എന്ത് വരും? 1000 വരും. ഇനി ഈ 529 ഇൻറ്റു 529 നിങ്ങൾ ഗുണിച്ച് നോക്കണം. ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കിയേ, 27,9,8,4,1. ഇത് ഗുണിച്ച് നോക്കാൻ ഒരുപാട് സമയം എടുക്കും. അത്രയും സമയം പോകാൻ വേണ്ടിയിട്ടാണ് PSC ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ 8 ഇൻറ്റു 1000 വരും.
ഇനി നമ്മൾ 8 കൊണ്ട് ഇതിനെ വെട്ടുക. 8 കൊണ്ട് ഇതിനെ വെട്ടുമ്പോൾ എന്ത് വരും അറിയാവോ? നോക്കിയേ, 8 കൊണ്ട് വെട്ടുവാണേ. ദാ 3 8 24 വരും. ബാക്കി 39 ഉണ്ട്. ഓക്കെ, 3 8 24 വരും. 27 ബാക്കി 3 ഉണ്ട്. ആ 3 ഇവിടെ എഴുതിയാൽ ഇത് 39 ആയി. 38 8 4 32 ഉണ്ട്. 32 കഴിഞ്ഞ് 39 ആവാൻ പിന്നെ 7 ബാക്കിയുണ്ട്. 78 9 8 72 വരും. അപ്പൊ 6 ബാക്കിയുണ്ട്. 8 8 64, പിന്നെ ബാക്കിയൊന്നുമില്ല, ഒന്നിനകത്ത് 8ഉം ഇല്ല, പിന്നെ പോയിന്റ് വരും. ഓക്കെ, പോയിന്റ് വരും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? 38 9 8 0 ബൈ 1000 വന്നു. 1000 ആയതുകൊണ്ട് 3 സ്ഥാനം മാറ്റി കുത്തിടുക. 1 2 3 1 2 3 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ എത്ര കിട്ടും? 38.98 കിട്ടി. 34.8 ആണേ വരുന്നത്. ഓക്കെ, ഇവിടെ 4 8 ആണ് 32, 34.98 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കി നമുക്ക് കിട്ടും 34.98 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം വീണ്ടും SCRT ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ കാണുന്നവൻ അപ്പോഴേ ഈ ഒരു ചോദ്യം വിട്ടു കളയാനാണ് സാധ്യത. കാരണം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഇത് SCRTയിൽ പടം തന്നിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. 9ാം ക്ലാസ് ടെക്സ്റ്റിൽ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അപ്പൊ ആ പാഠത്തിൽ നിന്നിട്ടുള്ള ചോദ്യമാണത്. നോക്കിയേ, ഈ പാഠത്തില് പടം തന്നിട്ടാണ് ചോദിച്ചേക്കുന്നത്. പടം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും PSCക്ക് ഈ ചോദ്യം ചോദിക്കത്തില്ലെന്ന്. പക്ഷെ ഇത് കണ്ടോ, ഈ രണ്ടാമത്തെ ചോദ്യമാണ് ഇപ്പം PSC ചോദിച്ചേക്കുന്ന ചോദ്യം. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമയദൂരം, ആ സമയദൂരമാണ് ഇത്. ആ സമയദൂരത്തിന്റെ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ്. ഇതുണ്ടോ, ഈ വികരണം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? ഇത് SCRT ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ചോദ്യം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാനത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്നും അതിന്റെ എളുപ്പ വഴിയും പറഞ്ഞുതരാം. ഒരു സമചതുരം ഉണ്ട്, 2 സെന്റിമീറ്റർ ആണ് അതിന്റെ വശം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വികരണം കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ഓക്കെ, പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ ഇതും 2 ആണ്, ഇതും 2 ആണ്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അറിയാം. ഹൈപ്പോട്ടന്യൂസ്, കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ കർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പൊ പാദത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ പ്ലസ് ഇവിടത്തെ സ്ക്വയർ, ലംബം എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ ഇതെന്ത് കിട്ടുന്ന അറിയാവോ? 4 കിട്ടും. 4 + 4 എന്ന് വരും. നമ്മൾ എങ്ങനെയാണെന്ന് അറിയാവോ? 4 4 8 ആണ്. 8നെ ഞാൻ 4 × 2 എന്ന് എഴുതും. അതിനെ ചെറുതാക്കുമ്പോൾ √4 × √2 എന്ന് കിട്ടും. ഓക്കെ, രണ്ടെടുത്ത് റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. √4 നമുക്ക് അറിയാം 2 ആണ്. അങ്ങനെ എനിക്ക് എത്ര കിട്ടുന്ന അറിയാവോ? 2√2 കിട്ടും. ഇനി ഇത്രയൊന്നും ആലോചിക്കാൻ പോകണ്ട. ഒരു സമചതുരത്തിന്റെ വശം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സമചതുരത്തിന്റെ വശം 2 സെന്റിമീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വികർണം കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ത് ചെയ്താണെന്നറിയാവോ? ആ വശത്തിനെ എപ്പോഴും √2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ വശത്തിനെ എപ്പോഴും എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? √2 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ ആ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ SCRT ചോദ്യം ഞാൻ ഇപ്പൊ കറക്റ്റ് പറയുന്നില്ല. SCRT വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ സമയത്ത് ഈ ചോദ്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ ചോദ്യം അല്ല ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വികരണം 2√2 ആണെന്ന് കിട്ടി. ഇനി വ്യാസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വികരണം വൃത്തത്തിന്റെ വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചുറ്റളവിന് 2 ഇക്വേഷൻ ഉണ്ട്. ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 2πr, അതായത് 2 × π × വൃത്തത്തിന്റെ ആരം, വൃത്തത്തിന്റെ റേഡിയസ്. അതല്ലെങ്കിൽ ഈ ഇക്വേഷനെ ചേർത്തുകൊണ്ട് തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, πd. d എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഓക്കെ, നോക്കിയാൽ ഇവിടെ π × ഡയമീറ്റർ എത്രയാണ്? വികരണം തന്നെയാണ്, വ്യാസം വികരണം തന്നെയാണ്, 2√2. അപ്പൊ π × 2√2 എന്ത് കിട്ടും? 2√2 π എന്ന് കിട്ടും. ആ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2√2 π സെന്റിമീറ്റർ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ളതിന്റെ ഉത്തരം പറയാം. ഒരു വശം 4 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ത് വരും? 4√2 π എന്ന് വരും. 10 സെന്റിമീറ്റർ ആയിരുന്നെങ്കിലോ 10√2 π എന്ന് വരും. ഒരുപാടുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞത് നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ എന്ന വാക്കിനെ ഈ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ ഡെസിഫറിനെ എങ്ങനെ എഴുതും? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 4 അക്ഷരമായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 4 അക്ഷരം ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, COMP ആണ് തിരിച്ച് PMOC ആയിട്ട് വന്നേക്കുന്നത്. UTER ആണ് തിരിച്ച് RETU ആയിട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതേപോലെ എഴുതിയാൽ പോരെ? DECI 4 എണ്ണം കഴിഞ്ഞപ്പോൾ അങ്ങ് തിരിച്ചിട്ടു. DECI എന്താവണം? ICED ആവണം. ICED വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കി എന്ത് വരും? PHER REHP ആയി. അപ്പൊ ഈ ഒരു A ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചോദ്യം നോക്കി, ഒരു ബ്ലഡ് റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓയുടെ അച്ഛനാണ് M. ഞാൻ എഴുതി ഓയുടെ അച്ഛനാണ് M. ഓയുടെ ആരാണ്? അച്ഛനാണ് M.
അപ്പൊ അച്ഛനായതുകൊണ്ട് ആണായതുകൊണ്ട് ഞാനൊരു സ്ക്വയറിൽ ഇട്ടു. ഓക്കെ, ഓയുടെ അച്ഛനാണ് എം. ഇനി ക്യൂയുടെ മകനാണ് പി. ക്യൂനെയും പീനെയും പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം അത് എഴുതുന്നില്ല, നമുക്ക് വിട്ടേക്കാം. ക്യൂയുടെ മകനാണ് ആര്? പി. ഇനി എമ്മിന്റെ സഹോദരനാണ് എൻ. അപ്പൊ എമ്മിന്റെ സഹോദരനാണ് ആരെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. അപ്പൊ എന്നും ആണാണല്ലോ, എമ്മിന്റെ സഹോദരനാണ് എൻ. ഇനി പിയുടെ സഹോദരിയാണ് ഒ. ഒ എവിടെ? ഇതാണല്ലോ. അപ്പൊ ഓയുടെ പിയുടെ സഹോദരിയാണ് ഒ. അപ്പൊ ഒ ആരാണെന്ന് കിട്ടി? പെണ്ണാണെന്ന് കിട്ടി. ഇനി പിയുടെ സഹോദരി, അപ്പൊ പിയുടെ സഹോദരിയാണ് ഒ. ഓക്കെ, ഇനി അടുത്തത് എങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം നമ്മൾ വിട്ടേക്കുന്ന ആ ഒരു സെന്റൻസ് കൂടി നോക്കാം. ക്യൂയുടെ മകനാണ് പി. അപ്പോൾ പി എന്താണ്? മകനാണ്, അതുകൊണ്ട് പി ആണാണെന്ന് കിട്ടി. ക്യൂവിന്റെ മകനാണ്, അപ്പോൾ പിയുടെ അമ്മയായിരിക്കും ആര്? ക്യൂ. കാരണം എന്താണ്? പിയും ഓയും സഹോദരങ്ങളാണ്. അപ്പൊ പിയുടെയും ഓയുടെയും അച്ഛനാണ് എം. അപ്പൊ ക്യൂവിന്റെ മകനാണ് പി എങ്കിൽ ക്യൂവിന് പിന്നെ ആരാവാനേ പറ്റൂ? അമ്മയാവാനേ പറ്റൂ, അല്ലെ? അപ്പൊ ഇവർ രണ്ടുപേരും ആരാണ്? ഭാര്യയും ഭർത്താവുമാണ്. ഇനി ചോദ്യം എന്താണ്? എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം. എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം നോക്കിയേ. ക്യൂവിന്റെ ഭർത്താവിന്റെ സഹോദരനാണ് എൻ. അപ്പൊ ഭർത്താവിന്റെ സഹോദരനായതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വരുന്നതാണ് അളിയൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഭർത്താവിന്റെ സഹോദരനായതുകൊണ്ട് അളിയൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. എക്സാമിനൊക്കെ ഇരിക്കുന്നവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്നൊക്കെ. അപ്പൊ 10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 12 കിട്ടുന്നത്? ഈ നടുക്ക് വിട്ടുപോയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 10ന്റെ കൂടെ 2 കൂട്ടിയാൽ 12 കിട്ടും. 12ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 15 കിട്ടും? 12ന്റെ കൂടെ 3 കൂട്ടിയാൽ 15 കിട്ടും. ഓക്കെ, 15ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 20 കിട്ടും. 20ന്റെ കൂടെ 7 കൂട്ടിയാൽ 27 കിട്ടും. നെക്സ്റ്റ് 27ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 38 കിട്ടുന്നത്? 11. പിന്നെ 38ന്റെ കൂടെ 13 കൂട്ടി. 13ന്റെ കൂടെ 51ന്റെ കൂടെ എത്ര കൂട്ടി? 17 കൂട്ടി. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്ത പ്രൈം നമ്പർ ആരാണെന്ന് നോക്കുക. 17ന്റെ അടുത്ത പ്രൈം നമ്പർ ആരാണ്? 19 ആണ്. ഈ 19നെയാണ് ഇനി 68നോടെ ഇവിടെ കൂട്ടി എഴുതേണ്ടത്. അപ്പൊ 68 + 19 87 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അതൊരു വളരെ കറക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും PSC മാത്സിലെ ചോദ്യങ്ങളുടെ നിലവാരം കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിൽ തന്നെ SCRT-യിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ SCRT മാത്സ് കൃത്യമായിട്ട് പഠിച്ചാൽ അത് LDCക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പൊ SCRT മാത്സ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇനി SCRT വീഡിയോ പറ്റിയിട്ടൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.